ഹലോ, മായസുതിയാണ് ദമാമിന്ന്. നമുക്ക് ഇന്നൊരു സ്റ്റോറി കേൾക്കാം കേട്ടോ. എൻ്റെ തന്നെ സ്റ്റോറിയാണേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങളാണേ. ഞാൻ എല്ലാവർക്കും അറിയാം, നേരത്തെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ബുറേതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എക്സിറ്റ് പോയതാണ്. സോ എക്സിറ്റ് പോയത് ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നാട്ടിൽ പോയി എക്സാമൊക്കെ പാസ്സായി എല്ലാമായി. പക്ഷേ എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടിൽ അനുഭവിച്ച ആ ഒരു ജേണിയുടെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത്. 1.5 വർഷം നാട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞ് പ്രവാസത്തിൽ ജീവിച്ച ഒരാൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പൈസ സമ്പാദിക്കുന്നു, നാട്ടിൽ പോകുന്നു, ജോലിയില്ലാതെ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു മെൻറ്റാലിറ്റി, അത് ഞാൻ പറയാതെ തന്നെ അങ്ങനെ നിന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ 1.5 വർഷം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് കേട്ടോ. ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് നിന്നപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടുള്ള ഇൻ്റർവ്യൂ ദൈവം സഹായിച്ച് എനിക്ക് കയറി വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ നാട്ടിൽ നിന്ന് 1.5 വർഷം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞുതരാം. പൈസയുടെ വില എന്താണെന്ന് ഞാൻ പഠിച്ചു. ഒരു ജോലി എത്രയോ അത്യാവശ്യമാണെന്നും ആ ജോലിക്ക് എന്തോരം നല്ല വിലയാണെന്നും ഞാൻ പഠിച്ചു. പിന്നെ കുറേ ആൾക്കാരെയും പഠിച്ചു. പൈസ ഇല്ലാതെ നമ്മുടെ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു വിലയില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാനിപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആ 1.5 വർഷം എനിക്ക് കിട്ടിയതുകൊണ്ട് ലൈഫിൽ പല കാര്യങ്ങളും എനിക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ളത്. സോ അന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഒരു കാര്യമേ പ്രാർത്ഥിക്കാറുള്ളായിരുന്നു, ഈശ്വര എനിക്കൊരു ജോലി തരണേ. നമ്മൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഓരോരുത്തരടുത്തും നമ്മൾ പറയും, ഒരു ജോലി കിട്ടാനായിട്ടൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയും. ആ കേൾക്കുന്ന ആൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് പ്രാർത്ഥിക്കുകയേ ഉണ്ടാവില്ല, പോട്ടെ. അങ്ങനെ പറയുമ്പോൾ ചിലർ തിരിച്ചു ചോദിക്കാൻ, അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നിനക്ക് ജോലി കിട്ടിയാൽ എനിക്ക് എന്താ പ്രയോജനം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനും അങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. നമ്മൾ ദൈവത്തിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയാറില്ലേ, എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എനിക്ക് കടമുണ്ട്, എനിക്ക് ജോലി വേണം, എനിക്ക് വീട് വേണം, എനിക്ക് പൈസ വേണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ദൈവം നമ്മളോടും ചോദിക്കാറുണ്ട് അല്ലേ, നിനക്ക് ഞാൻ ജോലി തന്നിട്ട് അല്ലെങ്കിൽ നിനക്കൊരു വീട് തന്നിട്ട് നിൻ്റെ കടം മാറ്റിയിട്ട് ദൈവത്തിന് എന്താ, എനിക്കെന്താ പ്രയോജനം ദൈവം ചോദിക്കാറുണ്ട്. അതായത് ദൈവത്തിന് എന്താ പ്രയോജനം. ദൈവം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുമ്പോൾ അതാത് സമയത്ത് നമുക്ക് വേറെ ഒരു ആൾക്കാരിലൂടെ ആ സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമില്ലേ. അതെങ്ങനെയാണ് ചെയ്യാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചപ്പോഴാണ് എനിക്കങ്ങനെ ഒരു ചിന്ത വന്നത് കേട്ടോ. നമ്മൾ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ പല ആൾക്കാരും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട്. നമ്മളൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നത് നമ്മൾ പണ്ട് അവർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരിപ്പം വന്നത്. അല്ല കേട്ടോ. ദൈവം ആ സമയത്ത് അവരുടെ മനസ്സിൽ തോന്നിക്കുന്നതാണ്, നിൻ്റെ സഹായം അവർക്ക് ആവശ്യമുണ്ട്, നീ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. എനിക്കൊരു ജോലി എങ്ങ് സെറ്റ് ആവാണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞതാണ്, എനിക്കൊരു ജോലി തന്നാൽ ആ ജോലിയിൽ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് ഞാൻ എല്ലാ മാസവും അർഹതപ്പെട്ടവർക്ക് കൊടുത്തോളാം എന്ന്. ആ ഒരു വാക്ക് ഞാൻ പാലിച്ചു കേട്ടോ. ദൈവം സഹായിച്ച് എനിക്കത് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നാട്ടിൽ തന്നെ ആവശ്യമുള്ള ഒരാൾക്ക്, അതായത് ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മാസം തോറും എനിക്ക് കൊടുക്കാനായിട്ട് അവരെ സഹായിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതിന് പുറമെ ബാക്കിയുള്ള രീതിയിൽ എങ്ങനെയൊക്കെ എന്നെക്കൊണ്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആ രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദൈവത്തിന് എന്താണ് നമുക്ക് നല്ല കാര്യങ്ങൾ തന്നിട്ട് ദൈവത്തിന് എന്താ പ്രയോജനം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ റോൾ എന്താണ്? ദൈവത്തിന് ഒരിക്കലും ഞങ്ങളൊരു നേർച്ച ചെയ്തേക്കാം ദൈവത്തിന്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തേക്കാം, ഇങ്ങനെ ഇത് തന്നേക്കാം, അത് തന്നേക്കാം. അതല്ല ദൈവത്തിന് വേണ്ട. ദൈവത്തിന് പൈസയും വേണ്ട, വേറെ ഒരു സാധനങ്ങളും വേണ്ട കേട്ടോ. ഇതൊന്നും ദൈവത്തിന് വേണ്ട. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നന്മ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, ഉടുപ്പില്ലാത്തവന് ഉടുപ്പ് കൊടുക്കണം, ഭക്ഷണം ഇല്ലാത്തവന് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ മാത്രമേ ദൈവം പറയുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന എന്തും ദൈവം നമുക്ക് തരും എന്നൊരു പാഠമാണ് കേട്ടോ ഞാൻ എൻ്റെ ഈ 1.5 വർഷം കൊണ്ടുള്ള ലൈഫിൽ ഞാൻ പഠിച്ചത്. ഇന്ന് ഞാനത് ആ വാക്ക് ദൈവത്തിനോട് പാലിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ഓരോ ആൾക്കാർക്കും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ എനിക്കത് തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ. അവരാ പൈസ കിട്ടുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് എൻ്റെ സന്തോഷം. ഓക്കെ, അത് മതി. അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. ഓരോ ബ്ലെസ്സിങ്സും തനിയെ നമുക്ക് വന്നോളും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്, നിങ്ങൾ 1 രൂപയാണ്, ഇനി ഒരിക്കലും പൈസയായിട്ട് സഹായിക്കണമെന്നല്ല കേട്ടോ പറയുന്നത്. എങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളെക്കൊണ്ടാവുന്ന പോലെ ഓരോരുത്തരെ സഹായിക്കുക കേട്ടോ. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കി എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. എൻ്റെ ഒരു അനുഭവം കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പണ്ടും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എന്നെ എന്താ പറയുക ഫുള്ളി ഒരു കുഴിയിലേക്ക് താഴ്ത്താതെ ഞാൻ അതിന് മുമ്പേ പൊങ്ങി എന്നെ ഒരു കരയ്ക്കെങ്കിലും അടുപ്പിച്ചത്. അത് നമ്മൾ ചിലപ്പോൾ ചെയ്ത ചില നന്മകളുടെ ഒരു കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഫസ്റ്റ് എൻ്റെ കരിയർ തുടങ്ങുന്നത് ഒരു അഭയകേന്ദ്രത്തിൽ നിന്നായിരുന്നേ. അവിടെ ഒരു 400 രോഗികളുള്ള സൈക്കാട്രിക് ആയിട്ടുള്ള 400 അഭയാർത്ഥികളായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവരെ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ കരിയർ, എൻ്റെ ലൈഫിലേക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കരിയറിൽ ഞാൻ കയറുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ചിലപ്പം അതിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെ കിട്ടിയത്.
സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾക്കെല്ലാം ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കും കേട്ടോ. കാരണം അതുപോലെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞത് കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങൾ ഒരാൾക്കൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളവരാണല്ലേ, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ്. എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഹെൽപ്പ് ചെയ്യണം. ഞാൻ പല കാര്യങ്ങളും എങ്ങനെ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള പല രീതിയിൽ ചിന്തിച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. താങ്ക് യു.